ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വാസ്തുദോഷം പരിഹരിക്കുന്നതിനും ദൃഷ്ടിദോഷത്തിൽ നിന്നും രക്ഷ നേടുന്നതിനും എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വാസ്തുദോഷം പരിഹരിക്കുന്നതിനും ദൃഷ്ടിദോഷം തടയുന്നതിനും നമുക്ക് ദൃഷ്ടി ഗണപതിയെ സ്ഥാപിക്കുന്നത് നല്ലതാണ്. ദൃഷ്ടി ഗണപതിയുടെ സ്ഥാനം നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിൽ ദൃഷ്ടി ഗണപതിയെ സ്ഥാപിക്കുന്നത് വീട്ടിലെ ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കുന്നതിനും പിന്നെ വാസ്തുദോഷം പരിഹരിക്കുന്നതിനും ഉത്തമമാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ ദൃഷ്ടി ഗണപതി രൂപം സ്ഥാപിച്ചാൽ അവിടെ സർവവിജയവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകും. വാഹനങ്ങളിലും ദൃഷ്ടി ഗണപതിയെ സ്ഥാപിക്കുന്നതുണ്ട്. സുഗമമായ യാത്രയ്ക്കും രക്ഷയ്ക്കും വാഹനങ്ങളിൽ ദൃഷ്ടി ഗണപതിയെ സ്ഥാപിക്കുന്നു. താമരപ്പൂവിൽ 8 കൈകളോടുകൂടി നിൽക്കുന്ന ഗണപതിയാണ് ദൃഷ്ടി ഗണപതി. ദൃഷ്ടി ഗണപതിക്ക് സിംഹവും എലിയും വാഹനമായിട്ടുണ്ട്. ദൃഷ്ടി ഗണപതിയെ വീടിൻ്റെ വടക്ക് ദർശനമായിട്ടാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്. വാസ്തുദോഷവും ദൃഷ്ടിദോഷവും പരിഹരിക്കുന്നതിനായി അഗസ്ത്യ മുനിയാണ് തൻ്റെ തപശക്തിയാൽ ദൃഷ്ടി ഗണപതിയെ സൃഷ്ടിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ വീടുകളിൽ വടക്കോട്ട് ദർശനമായിട്ടാണ് ദൃഷ്ടി ഗണപതിയെ സ്ഥാപിക്കേണ്ടത്. ദൃഷ്ടി ഗണപതിയെ പറ്റി എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.